വെൽക്കം ടു കർണൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മധുരമുള്ള വൈറ്റ് കളർ മിക്സ്ചറാണ്. അതിന് വേണ്ടത് ഒരു ചീനച്ചട്ടി, ഇതേപോലൊരു തരിപ്പയാണ്. എന്നിട്ട് നമ്മൾ ഗ്യാസ് മേലേക്ക് ചീനച്ചട്ടി ഒഴിച്ചിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം തരിപ്പയിൽ നമ്മളെ വെള്ള അവിലില്ലേ, വൈറ്റ് കളർ അവിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് ഇറക്കി വെച്ച് നന്നായിട്ട് പൊരിയിച്ചെടുക്കുക, അതായത് ഞെരിച്ചെടുക്കുക എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. അതേപോലെ ആക്കിയെടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അടിയിലുള്ളതൊക്കെ മേലോട്ടൊക്കെ ആക്കിയിട്ട് കണ്ടോ നല്ലോണം പൊരിഞ്ഞ് വരുന്നുണ്ട്. അതേപോലെ എന്നാലേ കടിക്കുമ്പോൾ നമുക്കൊരു കിർക്കിർ എന്നുള്ള ഈ ഒരു ഇത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായി വറുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. അടുത്തത് പൊട്ടുകടലയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൊട്ടുകടല എന്നാണ് പറയുക. അതും ഇതേ എണ്ണയിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമ്മുടെ ഈ അവിയലിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം എണ്ണ പോക്കിയിട്ട് പിന്നെ നല്ല നാടൻ കറിവേപ്പില കേട്ടോ, അതും കൂടി എണ്ണയിൽ നന്നായിട്ട് മുരിയിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഇത് വരും. പിന്നെ വേണ്ടത് കടലൊക്കെയാണ് കേട്ടോ. ഇത് ഞാൻ എയർ ഫ്രയറിൽ ചെയ്തതാണ്. ഇത് എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് ഇങ്ങനെ എണ്ണയിൽ നമ്മൾ അരിപ്പ വെച്ചിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്തത്. പിന്നെ ഇത് പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ച് ചേർത്തതാണ്. ഞാനിത് കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഞാനെടുത്തിരിക്കുന്ന കൽക്കണ്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മോനങ്ങനെ പഞ്ചസാര കൊടുക്കാറില്ല. അതാട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല രസമുണ്ടല്ലേ. മോൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേ.